വളരെ ചെറുപ്പത്തിൽ തന്നെ അർബുദബാധയെ തുടർന്ന് മരണപ്പെട്ട യുവനടനാണ് ജിഷ്ണു രാഘവൻ. കരിയറിൽ തിളങ്ങി നിൽക്കവേ 25ഓളം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ജിഷ്ണു അവതരിപ്പിച്ചിരുന്നു. പ്രശസ്ത നടൻ രാഘവന്റെ മകനാണ് ജിഷ്ണു. നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ജിഷ്ണു രാഘവൻ പ്രശസ്തനാകുന്നത്. അണപ്പല്ല് തട്ടി നാവിലുണ്ടായ മുറിവ് ക്യാൻസറായി. പിന്നീട് അത് തൊണ്ടയിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു. അവസാന നാളുകളിൽ കാറ്റ് തട്ടിയാൽ പോലും വേദനിക്കുന്ന അവസ്ഥയിലായിരുന്നു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിലിരിക്കെയാണ് ജിഷ്ണു രാഘവൻ മരിക്കുന്നത്. മലയാളികളുടെ പ്രിയ നടനാണ് സത്യൻ മാസ്റ്റർ. ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കെ 1970 ഫെബ്രുവരിയിൽ സത്യൻ മാസ്റ്റർക്ക് ഗുരുതരമായ രക്താർബുദം സ്ഥിരീകരിച്ചു. ഏറെ ദിവസങ്ങളായി പനിയും വിളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ മാസ്റ്റർ അഭിനയം തുടർന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പലർക്കും മനസ്സിലായത്. തുടർന്ന് അദ്ദേഹം സ്വയം കാറോടിച്ചു പോയി ആശുപത്രിയിൽ അഡ്മിറ്റാവുകയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ഒടുവിൽ 1971 ജൂൺ 15 പുലർച്ചെ 4:30 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 59 വയസ്സ് മാത്രമേ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ക്യാൻസർ ബാധിച്ച് ദീർഘകാലം ചികിത്സയിലായിരുന്നു നടി ശ്രീവിദ്യ. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ശ്രീവിദ്യയ്ക്ക്. തുടർന്ന് അത് നട്ടലിലേക്കും വ്യാപിച്ചു. എന്നാൽ താൻ അർബുദബാധിതയാണെന്ന് ശ്രീവിദ്യ പുറം ലോകത്തോട് പറഞ്ഞിരുന്നില്ല. ഏറെ വൈകിയാണ് ശ്രീവിദ്യ ചികിത്സ തേടിയത്. കീമോതെറാപ്പി ചെയ്യാൻ അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ് നാനാ സിനിമാ വാരികയിൽ പറയുന്നത്. അവർ ഭയപ്പെടാൻ കാരണമെന്ന് പറയുന്നത് കീമോതെറാപ്പി ചെയ്താൽ അവരുടെ സൗന്ദര്യം നഷ്ടമാകുമോ എന്ന ഭയം കൊണ്ടായിരുന്നുവെന്നും നാനാ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നു. 2006 ഒക്ടോബർ 19 തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അപ്പോൾ അവർക്ക് 53 വയസ്സായിരുന്നു പ്രായം. അപൂർവമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ചാണ് നടി ശരണ്യ ശശി അന്തരിച്ചത്. ചികിത്സയുടെ പ്രാരംഭ കാലയളവിൽ അവർക്ക് 11 ശസ്ത്രക്രിയകൾ നടത്തി. തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാൻ 9ഉം തൈറോയിഡിലെ വളർച്ചകൾ നീക്കം ചെയ്യാൻ 2ഉം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരണ്യ ശശി കിടപ്പിലായി. അവസാന നാളുകളിൽ കോവിഡ് ബാധിച്ചാണ് ശരണ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് കോവിഡ് മാറിയെങ്കിലും ന്യൂമോണിയ പിടികൂടി. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ന്യൂമോണിയയിൽ നിന്ന് മുക്തിയായ ശരണ്യ വീട്ടിൽ തിരിച്ചെത്തി. പിന്നീട് രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിരവധി തമിഴ്, മലയാളം സിനിമകളിലെ അവിസ്മരണീയ കഥാപാത്രങ്ങൾക്ക് പേരുകേട്ട നടനായിരുന്നു രവികുമാർ. ശ്വാസകോശാർബുദത്തെ തുടർന്നാണ് 71 വയസ്സുകാരനായ അദ്ദേഹം അന്തരിച്ചത്.